ശ്രാവൺ ഗംഗേ. ശ്രാവൺ നല്ല പാട്ട്, നല്ല പേര് എന്ന് പറയാൻ വന്നത്. ശ്രാവൺ നല്ലൊരു പേര്, ഡിഫറെന്റ് ആയിട്ടുള്ള പേര്. ഞാൻ ഇതുവരെ ഈ പേര് കേട്ടിട്ടില്ല. ആരാണ് ഇത് ഇട്ടത് ഈ പേര്? അച്ഛനാണ്. അച്ഛനാണ്. അച്ഛന് പാട്ട് ഇഷ്ടമാണോ? ഓ, അച്ഛൻ പാടും ചെറുതായിട്ട്. ആണോ? അച്ഛനാണോ? അച്ഛൻ ഗൾഫിലാ. അച്ഛനാണോ ഗുരു? അല്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. ബേസിക്കലി പാട്ട് പഠിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ഇത് സംസാരിച്ച എന്തിനാന്ന് വെച്ചാല് എനിക്ക് ശ്രാവണിന്റെ ശബ്ദം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ സംസാരിച്ചതാണ്. കാരണം ശ്രാവണിന്റെ ശബ്ദം ഇതാണ്. അച്ഛൻ ഇതാണ് ശബ്ദം. അച്ഛൻ ഇവിടെ ഇല്ല, അങ്ങനെയല്ലല്ലോ. അച്ഛൻ ഗൾഫിലാണ്. ഈ ഇതില് വേണം പാടാൻ. ഇപ്പോ ഇത് നേരത്തെ എല്ലാരും സൂചിപ്പിച്ച അതേ കാര്യമാണ്. സ്വകാര്യം പറയുന്നത് പോലെ എല്ലാ പാട്ടും ഒതുക്കി പാടാൻ. സ്വകാര്യം ഇങ്ങനെ സ്വകാര്യം പറയണമെന്നില്ല. ഇതിപ്പം ഇതിന്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം സിനിമയിൽ. അപ്പൊ ആ വോയിസിന്റെ ഒരു ടെക്സ്ചർ വരണമെങ്കിൽ നിങ്ങളുടെ വോയിസ് കേൾക്കണം. അത് ഫസ്റ്റ് 2 ലൈൻസ് ഒന്ന് ഇതിപ്പോ സംസാരിച്ചൊരു വോയിസിൽ ഒന്ന് പാടും. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ. അത് എനിക്ക് ഇതൊരു ഹാബിറ്റായി വന്നിരിക്കുകയാണ്. ഈ ഹാബിറ്റ് മാറ്റണം. കാരണം കൂടുതൽ കാറ്റ് വന്നോണ്ടിരിക്കുമ്പം താഴത്തെ ഇങ്ങനെ പോവും. താഴെ ഒന്നും പാടാൻ പറ്റില്ല. ബേസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വോയിസ് തന്നെ വേണം. അപ്പൊ അതൊന്ന് ശരിക്കൊന്ന് പ്രയത്നിക്കുക. കാരണം വോയിസ് എന്ന് പറയുമ്പം കാറ്റ് കൂടുതൽ കയറുമ്പോൾ വോയിസിന്റെ ഐഡന്റിറ്റി പോവും. അപ്പം നല്ലൊരു വോയിസ് ഉണ്ടല്ലോ, അത് കളയാതെ അത് പാട്ടിൽ എങ്ങനെ കൊണ്ടുവരാം എന്നും കൂടി ഒന്ന് ചിന്തിച്ച് അങ്ങനെ പോവാം. ഓക്കെ. ഞാൻ ശ്രാവൺ എന്ന് വിളിക്കുമ്പോൾ ശ്രാവൺ എന്ന് വിളിക്കുമ്പോഴല്ലേ കേൾക്കുള്ളൂ. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ശ്രമിക്കാം. ബാക്കി അതർവൈസ് എന്താ പറയാ, നല്ല സ്വീറ്റ് ആയിട്ട് പാടി. ശരിക്കും ഒരു കാമുകി തൊട്ടടുത്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്വകാര്യം പാടിക്കഴിഞ്ഞാല് കാമുകി ഓ ചേട്ടാ എന്ന് പറഞ്ഞു വരും. അതെ, ഫ്ലാറ്റ്. അപ്പ ഫ്ലാറ്റ്. അങ്ങനെ ആരാണ് ഫ്ലാറ്റ് ആയത്? ആരും ഇല്ല. പക്ഷെ കാമുകി അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ പാടിയ കാമുകി കേൾക്കില്ല. ശരി, കുറച്ചുകൂടെ ഒന്ന് ഒരു പ്രസൻസ് ആവാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ശ്രാവൺ പഠിക്കണോ? ഞാൻ വർക്ക് ചെയ്യാം. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ മണപ്പുറം ഫിനാൻസിന്റെ ഹെഡ് ഓഫീസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവിടെ സ്വർണ്ണം ഉണ്ടല്ലേ നടക്കുള്ളൂ ഇല്ലടാ? ഞാൻ ഐ.ടിയിലാണ്. എന്നാലും ഹോൾഡ് ഉണ്ടാവുമല്ലോ. ഇല്ല. എന്താണ് അംബീഷൻ? എനിക്ക് ഇതുപോലെ ഒരു നല്ലൊരു സ്റ്റേജിൽ പാട്ട് പാടണമെന്ന് ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇതുപോലെ. ഓ, അടിപൊളി. അപ്പം ആഗ്രഹമായി. ഇനി നമ്മൾ പാടി ഇനി ഒരുപാട് പാട്ടുകൾ ഇവിടെ പാടണ്ടേ? ഉറപ്പായിട്ടും. അപ്പൊ അവര് പറഞ്ഞൊക്കെ കേട്ട് നമ്മൾ ഉഷാറായി അടുത്ത റൗണ്ടിൽ വന്നിട്ട് കസറും ഇപ്പം അപ്പോ ശ്രാവന്റെ ഈ റൗണ്ടിലെ പെർഫോമൻസിന്റെ മാർക്സ് ഔസർ 41. അടിപൊളി. മഞ്ജരി ശ്രാവൺ 41. ടോട്ടൽ ശ്രാവൺ എത്രയായി? 82. ഇപ്പൊ നല്ല സൗണ്ട് വരുന്നുണ്ട്. അതേപോലെ സൗണ്ടിങ് ജിൽജിലായിട്ട് പുറത്തേക്ക് വരട്ടെ. തീർച്ചയായും ഒരുപാട് പാട്ടുകൾ പാടണം. ഓക്കെ, തുറന്ന് ഡൺ. ഓക്കെ, അപ്പൊ ഉഷാർ. ഓക്കെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.